നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നവനായി ബൈബിൾ ദൈവത്തെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. മത്തായി 6:11 ഞങ്ങളുടെ ദൈനംദിന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ എന്ന് പ്രാർത്ഥിക്കാൻ യേശു നമ്മെ പഠിപ്പിക്കുന്നു. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ നമ്മുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളിൽ പോലും ദൈവം ശ്രദ്ധാലുവാണെന്ന് ഇത് കാണിക്കുന്നു. അവൻ വിദൂര ദൈവമല്ല, മറിച്ച് നാം ചോദിക്കുന്നതിനു മുമ്പുതന്നെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുന്ന സ്നേഹവാനായ ഒരു പിതാവാണ്. മത്തായി 6:8 പഴയ നിയമത്തിൽ മരുഭൂമിയിലെ യാത്രയിൽ ഇസ്രായേല്യർക്ക് ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് ദിവസേന മന്ന നൽകി. പുറപ്പാട് 16. ഈ ദൈനംദിന വ്യവസ്ഥ അവരെ ഉപജീവനത്തിനായി എല്ലാ ദിവസവും അവനിൽ ആശ്രയിക്കാൻ ഓർമ്മിപ്പിച്ചു. അതുപോലെ സങ്കീർത്തനം 23:1 പറയുന്നു, കർത്താവ് എന്റെ ഇടയനാണ്, എനിക്ക് കുറവുണ്ടാകില്ല. ഒരു ഇടയൻ തന്റെ ആടുകളെ പരിപാലിക്കുന്നതുപോലെ ദൈവം തന്റെ ജനത്തെ പരിപാലിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നു. നാളെയെക്കുറിച്ച് വിഷമിക്കേണ്ടെന്നും യേശു നമ്മെ ഓർമ്മിപ്പിച്ചു, കാരണം നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിന് നമ്മെ എങ്ങനെ പരിപാലിക്കണമെന്ന് അറിയാം. മത്തായി 6:26 അവൻ പറഞ്ഞു, ആകാശത്തിലെ പക്ഷികളെ നോക്കൂ. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ പോറ്റുന്നു. നിങ്ങൾ അവയേക്കാൾ വളരെ വിലപ്പെട്ടവരല്ലേ? ഇത് നമ്മെ എല്ലാ ദിവസവും വിശ്വാസത്തോടെയും ദൈവത്തിലുള്ള ആശ്രയത്വത്തോടെയും ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഫിലിപ്പിയർ 4:19 പറയുന്നു, എന്റെ ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ക്രിസ്തുയേശുവിൽ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിറവേറ്റും. ശാരീരികമോ വൈകാരികമോ ആത്മീയമോ ആകട്ടെ, ദൈവം നമ്മുടെ ദാതാവാണ്. അവൻ ആളുകളെയോ ജോലികളെയോ അപ്രതീക്ഷിത വഴികളെയോ ഉപയോഗിച്ചേക്കാം, എന്നാൽ എല്ലാ നല്ല ദാനങ്ങളും അവനിൽ നിന്നാണ് വരുന്നത്. യാക്കോബ് 1:17. അവന്റെ കരുതലിൽ ദിവസേന വിശ്വസിക്കുന്നത് നമ്മുടെ വിശ്വാസം വളർത്തുകയും നമ്മുടെ ഹൃദയങ്ങളെ നന്ദിയുള്ളവരായി നിലനിർത്തുകയും ചെയ്യുന്നു.